ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘാടനം നടന്നിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കുള്ള ഉദ്ഘാടനമായിരുന്നു. എല്ലാവർക്കും ഇനി മുതൽ തൃശ്ശൂരെ സുവോളജിക്കൽ പാർക്കിൽ വരാൻ സാധിക്കും. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 150 രൂപ, 50 രൂപ ബസ് ചാർജ്, അതുപോലെ തന്നെ 100 രൂപ ടിക്കറ്റ്, അതുപോലെ ക്യാമറയ്ക്കും ഒരു 350 രൂപ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനിൽ ഞാൻ കഴിക്കാൻ ഓർഡർ ചെയ്തത് വേറെ ഒന്നുമല്ല, നമ്മുടെ നാടൻ ഭക്ഷണമാണ്. ചോറ്, കറി, സാമ്പാർ പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഒപ്പം മലയാളികളുടെ വേണ്ടപ്പെട്ട ഫുഡായിട്ടുള്ള ഭക്ഷണ സാധനമായിട്ടുള്ള, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ബീഫ് VDF വാങ്ങി വരണം. നല്ല വിലയുണ്ടായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ നിർബന്ധിച്ച് കഴിപ്പിച്ച് തരുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തന്നൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ അവർ ഇതൊന്നും ചെയ്യാത്തത് അല്ലേ? ഇങ്ങനെ ചോറ് തിന്ന് സമയം പോയതറിയാതെ നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ അദൃശ്യ ഭംഗിയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു എന്നൊക്കെ പറയാം. അവിടെ പുത്തൂർന്ന് നല്ല ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. വൻ സെറ്റപ്പ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് വൻ സെറ്റപ്പാണ് എന്നൊക്കെ പറയും. നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാശ് ഇറക്കിയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും ആയം തന്നെ ഞാൻ പോകുന്നത് വേറെ എവിടേക്കുമല്ല. ഈ വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് അവിടെ ഉള്ളതെന്ന്. വേറെ ഒന്നുമല്ല, ചിങ്ങണ്ണിയാണ്. ഞാൻ അങ്ങനെ തന്നെ ചിങ്ങണ്ണിയെ ഒന്ന് പരതി നോക്കി, എന്നാൽ എവിടെയും കണ്ടില്ല. എന്നാൽ അവിടെ ചിങ്ങണ്ണി ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കൃത്യമായി തന്നെ കാണിച്ചു തരാം. ചിങ്ങണ്ണി ഇവിടെയുണ്ട്, ഇവിടെയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നില്ലെങ്കിൽ ഞാൻ കൃത്യമായി തന്നെ കാണിച്ചു തരാം. ഒരു ഏരോ അവിടേക്ക് വരുന്നതായിരിക്കും. ആ ഏരോ നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇതുപോലെ തന്നെയാണ് ഞാനും കണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാനില്ലേ? 2 ആശാന്മാർ അവിടെയും ഇവിടെയുമായി കിടക്കുന്നത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാനും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ കണ്ടെത്തിയത്. അടുത്തതായി ഞാൻ എത്തിപ്പെട്ടത് രഹന സോൺ. നല്ല അടിപൊളി സോണല്ലേ? ഇവിടെ എന്താണ് എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ആ ആകാംക്ഷയുടെ പുറത്ത് ഞാൻ മന്ദം നടന്ന് നീങ്ങി. എന്നാൽ അവിടെ എന്താണെന്നുള്ള ഉത്കണ്ഠ എന്നെ വളരെയധികം ബാധിച്ചിരുന്നു. അവിടെ എന്തോ വലിയ സംഭവം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഞാൻ നോക്കി, ഒന്നും കണ്ടില്ല. ഞാൻ വീണ്ടും നോക്കി, ഒന്നും കണ്ടില്ല. എന്നാൽ അവിടെ 2 മാനുകൾ ഉണ്ടായിരുന്നു, വലിയ 2 മാനുകൾ. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവിടെ ഇതാ 1ഉം 2ഉമല്ല, 2ഉം 4ഉം 5ഉം മാനുകൾ. അങ്ങനെ അത്രയധികം മാനുകളെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവിടെ മതിമറന്ന് നിന്നുപോയി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്നാൽ ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു എന്നതാണ് സത്യം. ഈ മാനുകളെ കണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ വന്നു. അവർ ഓളിയിട്ട് ബഹളം വെച്ചു. ഞാൻ അതും കേട്ട് അവിടെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ ഓളിയും ആ മാനുകളെയും കണ്ട് അങ്ങനെ നിൽക്കാനായി ഒരു പ്രത്യേക രസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നെ തേടി എൻ്റെ അടുത്തേക്ക് ഒരു മാൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വന്നില്ല, എന്നെ പറ്റിച്ചു, ചതിച്ചു കളഞ്ഞു. എന്നാലും വരുമെന്ന് എൻ്റെ പ്രതീക്ഷ തകർത്ത ആ മാനിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. അങ്ങനെ വീണ്ടും കടാക്കടിയന്മാരെ തേടിയുള്ള ആ യാത്ര പുത്തൂർ സൂവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മുന്നിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നോക്കണ്ട, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 പേരെ കാണാനുള്ളൂ. എന്നാൽ ഇവിടെ ശരിക്കും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ഞാൻ വീണ്ടും സ്റ്റെപ്പുകൾ കയറി. എന്തിനാണ് കയറുന്നത് എനിക്കറിയാം. ഗടാക്കടിയന്മാരായ കടുവയും സിംഹവും പുലിയും കാട്ടുപോത്തും അതുപോലെ ലോകത്തുള്ള എല്ലാ ജീവികളും ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം തകർക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള, ഇതിന് വേണ്ടി നല്ല രീതിയിൽ കാശിറക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ശരി. അടുത്ത ഞാനൊരു കൂടാരത്തിലേക്ക് എത്തി. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മ്ലാവ്, സാമ്പാർ ഡീർ, കലമാൻ, അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മ്ലാവ്. ഇവിടെ ഉണ്ടായിരുന്നത് മുഴുവനും കൊമ്പനല്ല, പിടിയാണ് എന്ന് പറയേണ്ടി വരും. സ്ത്രീ സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കാണുമ്പോൾ വലിയ രീതിയിലുള്ള ഭംഗിയൊന്നും കാണാൻ, കാട്ടിലെ സ്വാഭാവിക അവസ്ഥയിൽ കാണുന്ന അവസ്ഥയിൽ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലല്ല ഇവരെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചതെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കൂ. കാടിൻ്റെ അന്തരീക്ഷവും കാടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ഭംഗിയിലേക്ക്, മ്ലാവിൻ്റെയൊക്കെ കൊമ്പനെ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ്. പിടിയാണെങ്കിലും ആ കാടിൻ്റെ ആ സാന്നിധ്യത്തിൽ, നിങ്ങൾ അതിരപ്പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആ ഒരു സാന്നിധ്യത്തിൽ അത്രയും ഭംഗിയാണ്. ഇതിനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും പ്ലാവുകളെ ഞാൻ കണ്ടു. പിന്നെ അങ്ങോട്ട് ഇവരെ കണ്ട് കുറച്ചു നേരം നോക്കി നിന്നു. എന്താണ് ഇവർ ചിന്തിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഇവർ സംസാരിക്കുന്നത്? ഇവരുടെ ലോകം എങ്ങനെയാണ്? അതിനിടയിലാണ് ഒട്ടും വയ്യ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു മ്ലാവ് എന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല.
വലിയൊരു മ്ലാവല്ല, ചെറിയൊരു മ്ലാവാണ്. അവൻ അവിടെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ തിരയുന്നുണ്ടായിരുന്നു. കല്ലുകൾക്കിടയിൽ നിന്ന് എന്തൊക്കെയോ തിന്നുന്നുണ്ടായിരുന്നു. പ്രാണികളെയോ മറ്റോ ഒക്കെ ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, സസ്യബുക്കുകളായ ഈ ജീവികൾ എന്തിനാണ് പ്രാണികളെ തിന്നുന്നതെന്ന്. എന്തിനെങ്കിലും ആയിക്കോട്ടെ, അവർ തിന്നുകൊള്ളട്ടെ, എന്തിനെങ്കിലുമൊക്കെ തിന്ന് ഈ ലോകത്ത് സുഖമായി തന്നെ ജീവിക്കട്ടെ. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് വയ്യ എന്ന് തോന്നുന്ന മറ്റ് രണ്ടെണ്ണത്തിനെ കൂടി ഞാൻ അവിടെ കാണുന്നത്. പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ ജീവികളെ ഒന്നും കാഴ്ച ബംഗ്ലാവുകളിൽ അടച്ചിടരുതെന്ന്, അതായത് സൂവിൽ കൊണ്ടിടരുതെന്ന്. കാരണം അവർ കാടിനുള്ളിൽ സ്വതന്ത്രരായി നടക്കട്ടെ എന്നുള്ളൊരു പറച്ചിലാണ് അവർ പറയാറുള്ളത്. എന്നാൽ എനിക്ക് തോന്നുന്നത് അവർക്ക് ഏറ്റവും സുഖം ഇവിടെയാണ്. കൃത്യം നേരത്ത് ഫുഡ് കിട്ടും, ഇരപിടിയന്മാരായ ജീവികളെ പേടിക്കേണ്ട കാര്യമില്ല, ഒരു പണിയും എടുക്കേണ്ട, സുഖമായി ടെൻഷൻ ഇല്ലാതെ ഇവിടെ ജീവിക്കാം. വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ്, എന്തും ഇവിടെ ലഭിക്കും. ഇവർക്ക് സന്തോഷം, സമാധാനം എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇവിടെയാണ് ഇവർക്ക് ഏറ്റവും സന്തോഷമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണെന്ന് കൃത്യമായി കമൻറ്റിൽ പറയുക. വീണ്ടും എൻ്റെ നടത്തം തുടർന്നു. എൻ്റെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം, ബസ്സിൽ കയറുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യത്തിൽ ഇതുപോലെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നത്. കാര്യം മൃഗങ്ങളൊന്നും അധികമില്ലെങ്കിലും ഈ കാഴ്ചകൾ കാണാൻ നല്ല രസമാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുറച്ച് നടന്ന് ക്ഷീണമായി എന്ന് തോന്നുമ്പോൾ വിശ്രമിക്കാനുള്ള പോയിന്റുകൾ അവിടെയുണ്ട്. അതുപോലെ ബസ് കാത്തു നിൽക്കാനുള്ള പോയിന്റുകളുമുണ്ട്. ആ ബസ്സിൽ കയറി നിങ്ങളുടെ ബാക്കി യാത്ര വേണമെങ്കിൽ നടന്നു വയ്യാതായെങ്കിൽ പോകാമെന്ന് മാത്രം. പക്ഷെ ഞാനത് ഒരിക്കലും നിങ്ങളോട് പറയില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നടന്ന് ഇതൊക്കെ കാണുന്നതാണ് ഇതിൻ്റെ രസമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഒരു ക്യാൻറ്റീൻ കണ്ടു. ആ ക്യാൻറ്റീനിൽ നിന്ന് ഞാനൊരു ചായ കുടിച്ച് വീണ്ടും ഒരു നടത്തത്തിലേക്ക് കടന്നു. മിക്ക പോയിന്റുകളിലും, അതായത് അത്യാവശ്യം നടന്നെത്തുന്ന മിക്ക പോയിന്റുകളിലും ഇതുപോലെ ക്യാൻറ്റീനുകളിലും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയും. ഈ പാലം കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. നല്ല ഭംഗിയുണ്ട് അല്ലേ? നിങ്ങളൊന്ന് പറയൂ. സത്യമായിട്ടും നല്ല ഭംഗിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ. ഒരുപാട് പേർക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശ്രമിക്കാനും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അടുത്തെത്തിയത് നമ്മുടെ കടാക്കടിയനായ പുലിയുടെ അടുത്തേക്കാണ്. പക്ഷേ അവിടെ പുലി കിടന്നെടുത്ത് ഒരു പൂട പോലും കണ്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഒന്നിനെയും എനിക്ക് കാണാൻ സാധിച്ചില്ല. അതെൻ്റെ ഭാഗ്യക്കേട് കൊണ്ടായിരിക്കാം. ഇവിടെ പുലികളുണ്ട് എന്ന് പറയുന്നു, പുലി ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ടില്ല. ഇവിടെ ഉണ്ട് എന്നത് സത്യം തന്നെയാണ്, എന്നാൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അടുത്തത് ഞാൻ എത്തിയത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പുലി കഴിഞ്ഞാൽ അടുത്തത് ആരായിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിച്ചു പറയൂ. സത്യമാണ്, കടുവ. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാനൊന്ന് സൂം ചെയ്യാം. ശ്രദ്ധിച്ചു നോക്കിയില്ലെങ്കിൽ കാണാൻ സാധിക്കില്ല. ആശാൻ കിടക്കുന്നത് കുറച്ച് അകലെയാണ്, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. ചെറുതായി തല മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്കും അത് തന്നെ കാണാൻ സാധിച്ചുള്ളൂ. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു, ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ നമ്മളെ നിരാശരാക്കിക്കൊണ്ട് ഇറങ്ങി വന്നില്ല, അവിടെ തന്നെ കിടന്നു. ഞാൻ പതിയെ അവിടെ നിന്ന് നീങ്ങി വീണ്ടും അടുത്ത പോയിന്റിലെത്തി. അവിടെയും ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ വീണ്ടും ഒരു ചായ കുടിച്ചു. നീ ചായ കുടിക്കാനാണോ ഇവിടെ നടക്കുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. ചായ കുടിക്കാൻ തോന്നും, ആ മാതിരി നടത്തമാണ് ഞാൻ നടന്നത്. അത്യാവശ്യം നടക്കാനുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഒരിക്കലും നടക്കാതിരിക്കരുത്. നടന്ന് തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കുക. ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു രസം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കിൽ ഇതൊക്കെ ആസ്വദിച്ച് പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല എന്നേ ഞാൻ നിങ്ങളോട് പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് നടന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അത് തീർച്ചയായും കിട്ടിയിരിക്കും. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ മൃഗങ്ങൾ ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കുറവ് മൃഗങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി വരാനിരിക്കുന്നു വലിയ വലിയ മൃഗങ്ങൾ, ജിറാഫ്, അതുപോലെ സീബ്ര, അങ്ങനെ പല പല മൃഗങ്ങളും ഇവിടേക്ക് വരാനിരിക്കുന്നു. ഒരുപാട് മൃഗങ്ങൾ ഇവിടേക്ക് വരാനിരിക്കുന്നുണ്ട്. ആ വരുമ്പോൾ ഇതൊരു സ്വർഗ്ഗഭൂമിയായിരിക്കുമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്വർഗ്ഗമൊന്നുമില്ലെങ്കിലും സ്വർഗ്ഗഭൂമി, ഭൂമിയിലെ സ്വർഗ്ഗഭൂമി എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ മൃഗങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പക്ഷികളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യത്തിന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് കറങ്ങി നടന്ന് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എത്തിയത് അടുത്തത് എമു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എമു. നല്ല ഭംഗിയുള്ള വെള്ള നിറത്തിലുള്ള എമുക്കളും അതുപോലെ ചാര നിറത്തിലുള്ള എമുക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ പുണ്യകം തെളിയിച്ചാണ് എന്നെ അവൻ സ്വീകരിച്ചത്. വളരെ സ്നേഹത്തോടു കൂടിയുള്ള ആ സ്വീകരണം ഞാൻ ഏറ്റുവാങ്ങി. വെള്ള എമുവിനെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. സാധാരണയായി കാണാറുള്ളത് ചാരനിറത്തിലുള്ള എമുക്കളെയാണ്. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വെള്ള നിറമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയും ആശാനുണ്ട്. എന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്നുകയാണ് ആശാൻ. ആശാന് വേറെ പണിയൊന്നുമില്ലല്ലോ, വേറെ ജീവികളെയൊന്നും പേടിക്കേണ്ട. സിംഹമോ കടുവയോ പുലിയോ ഒന്നും തന്നെ ആക്രമിക്കാൻ വരില്ല എന്ന് ഇവിടെ വിഹരിച്ച് ഇത്രയും വലിയ സ്ഥലത്ത് സുഖമായി തൻ്റെ ഒരു ടെറിട്ടറിയായി മാർക്ക് ചെയ്തുകൊണ്ട് സുഖമായി തന്നെ അവിടെ നടക്കാം, വിലസി നടക്കാം എന്ന് ആശാൻ അറിയാം. ആശാന് കൂട്ടായി ഒരുപാട് പേർ ഇവിടെയുമുണ്ട്.
പുറത്തു നിന്ന് കൊത്തി തിന്നുന്നത് പോരാതെ ഒരു രണ്ടാവും നിറയെ ബിരിയാണിയും തിന്നാനുള്ള അവസരം ഇവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിരിയാണിയല്ല, അവരുടേതായ ഫുഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആശാൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചാരനിറത്തിലുള്ള നമ്മുടെ ഇവിടെയൊക്കെ സാധാരണയായി കാണാറുള്ള ഫാമുകളിലും മറ്റും കാണാറുള്ള ഇവരുടെ ഇറച്ചിക്ക് നല്ല ടേസ്റ്റാണെന്നാണ് പറയാറ്. എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ കഴിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സമയമോ അല്ലെങ്കിൽ സന്ദർഭമോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ള കാര്യം. ആവശ്യമില്ലാത്തടത്തൊക്കെ തലയിടുന്ന ആളുകളുടെ സ്വഭാവം ഈ ഒരു എമു സാറിന് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യമായി തന്നെ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ത്വര ഇയാളിൽ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണി ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ പണി ചെയ്യുന്നു. ഇവരൊന്നും പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി നല്ല കിടങ്ങൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പം ചാടിക്കിടന്ന് ആക്രമണം നടത്തി എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അത്രയ്ക്ക് ഭീകരന്മാരാണിവർ. 1ഉം 2ഉമല്ല 4ഉം 5ഉം 6ഉം ഒക്കെയുള്ള എമുക്കളാണ്, എമുക്കളുടെ കൂട്ടമാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇവരൊക്കെ കൂടി കൊത്തി പറയുകയാണെങ്കിൽ നല്ല പണിയായിരിക്കും. നല്ല ആരോഗ്യമുള്ള ടീമുകളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സെറ്റായിട്ടുള്ള ആക്രമണം തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയും. എന്നാൽ അവർ ആക്രമിക്കില്ല, കാരണം കിടങ്ങുണ്ട്. അതുപോലെ തന്നെ ഭീകരന്മാരായ, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഭീകരന്മാരായ പുലി, കടുവ അവർക്കൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ എവിടേക്കാണ് പോകുക എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ കുളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആരായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്ന്. ഞാൻ കുറേ നേരം നോക്കി ആരായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്ന്. നമുക്കറിയാം ഹിപ്പോ ആയിരിക്കുമെന്ന്. എന്നാൽ ഹിപ്പോ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ. ഇല്ല, ഹിപ്പോയുടെ ഒരു പൊടി പോലും ഇവിടെയും ഇല്ല. കാരണം ഹിപ്പോ വന്നിട്ടില്ല. ഞാൻ ക്യാൻറ്റീനിൽ ചോദിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് തൃശ്ശൂരിൽ വണ്ടി കയറ്റാൻ പറ്റാത്തതുകൊണ്ട്, വണ്ടിയിൽ കയറാത്തതുകൊണ്ട് ഇവിടെ എത്താത്തതാണ് എന്നാണ് എനിക്ക് അവിടെയുള്ളവർ, ക്യാൻറ്റീനിലുള്ളവർ പറഞ്ഞത്. എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഇപ്പോൾ വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ പറയൂ. അടുത്തത് നമ്മൾ വേറെ എവിടെയുമല്ല, ഒക്ടോപക്ഷിയുടെ കൂടിനടുത്താണ്. ഒട്ടകപക്ഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപക്ഷി. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയും ഒട്ടകപക്ഷിയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ആശാൻ നല്ല ആശാന്മാർ, ആശാൻ എന്ന് പറയാൻ സാധിക്കില്ല, 2 പേരുണ്ട്, അതുകൊണ്ട് ആശാന്മാർ നല്ല ഉഷാറിലാണ്. ഇവിടെ ഉഷാറുള്ളത് ഈ എമുവിനും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒട്ടകപക്ഷികൾക്കുമാണ്. ഞാൻ നോക്കിയിട്ട് ബാക്കി ഒറ്റ മൃഗത്തിനും, അതുപോലെ കടുവയായാലും പുലിയെ ഞാൻ കണ്ടില്ല, അതുപോലെ മാനുകളായാലും, അതുപോലെ നമ്മുടെ നിസ്സാരന്മാരല്ലാത്ത സിമ്പിളല്ലാത്ത മ്ലാവുകളായാലും അവർക്കൊന്നും വലിയ ഉഷാർ കണ്ടില്ല. മുതലേക്ക് അത്യാവശ്യം ഉഷാറിനെങ്ങും വെള്ളത്തിലായതുകൊണ്ടായിരിക്കും. ഫുൾ ടൈം വെള്ളത്തിലാണെങ്കിൽ അങ്ങനെയാണല്ലോ, ഉഷാറുണ്ടാവുമല്ലോ. എന്നാൽ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എമുവിനും അതുപോലെ തന്നെ ഒട്ടകപക്ഷിക്കും നല്ല ഉഷാറ്, നല്ല ഗഡ്ഡാക്കടിയന്മാരായിട്ടുള്ള ശരീരമൊക്കെയുള്ള ഭീകരന്മാരായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കാലുകൊണ്ടൊരു തൊഴി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മതി തീരുമാനമാകാൻ വേണ്ടി. അങ്ങനെ ഇവരുടെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ കുറച്ച് നേരം ആസ്വദിച്ച്, ആഹ്ലാദിച്ച്, ആർമാദിച്ച്, സന്തോഷിച്ച് അവിടെ നിന്നു. ഞാൻ നേരത്തെ ഇവരെ കാണാതെ ബസ്സിൽ കയറി പോകാൻ നോക്കിയതാണ്. എന്നാൽ ആ ബസ്സിലുള്ള ആ ഒരു ചേട്ടനാണ്, ഡ്രൈവർ ഗഡിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അവിടെ ഒട്ടപക്ഷി കൂടിയുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ പോയി കണ്ടത് എനിക്ക് മുതലായി എന്ന് പറയാം. ഏറ്റവും ഉഷാറുള്ള ജീവി ഈ ഒരു സൂവിലെ തന്നെ ഏറ്റവും ഉഷാറുള്ള ജീവി എന്ന് ഞാൻ പറയുക ഈ ഒട്ടകപക്ഷികളെയാണ്. നല്ല ഉഷാറുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് തിരിച്ച് നടക്കാനുള്ള കപ്പാസിറ്റിയും അതുപോലെ തന്നെ നടന്ന് ഊപ്പാടിളകിയത് കൊണ്ടും ഞാൻ ബസ്സിലായി എൻ്റെ തിരിച്ചുള്ള യാത്ര. ബസ്സിൽ ബാക്കിയുള്ള റോഡൊക്കെ കണ്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ കണ്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പോകുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിന്നാണ് ഞാൻ ബസ്സിൽ കയറിയത്. നിന്ന് ആ യാത്രയെ ആസ്വദിച്ച് ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് പോയി. അപ്പോഴേക്കും എവിടെ എത്തി നമ്മുടെ എൻട്രൻസിൽ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ പരിപാടി അവസാനിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ ശരി, അപ്പോൾ എൻ്റെ വീഡിയോ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാണ്ട് പോരുത്. അതുപോലെ കമൻറ്റ് അത് നിർബന്ധമായിട്ടും വേണം. ശരി, അപ്പം എന്നാൽ